രാഹുൽ എവിടെയാ പോയത് ഒളിവിൽ? ഒളിവിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാരണവശാലും ജയിലിൽ കിടക്കരുതെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സർക്കാർ അങ്ങനെ നിശ്ചയിച്ച് നിൽക്കുമ്പോൾ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ റിമാൻഡ് കാലയളവല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ ജയിലിൽ കിടക്കില്ല. അതെൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും അല്ല, എൻ്റെ കൺവിക്ഷനാണ്. ഒറ്റ ചോദ്യം കൂടി രാഹുൽ, ഞാൻ നേരത്തെ അതിന് തുടർച്ചയാണ്. ഇപ്പോഴും ഈ എന്താണ് ഷേഡി, ഈ പറയുന്ന സംശയങ്ങൾ, ഈ പറയുന്ന ഗുരുതരമായ ഉള്ള ശബ്ദരേഖകൾ, രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേവലം ഒരു ഉഭയകക്ഷി ലൈംഗികമെന്ന് മാത്രമായിരുന്നില്ല. സെക്സിനിടയിലെ അട്രോസിറ്റി, ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടൽ, ഗർഭിണിയാക്കൽ, അതിനുശേഷം ആ ഗർഭം നശിപ്പിക്കൽ തുടങ്ങി ഒരേ പാറ്റേണുള്ള ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്നു. രാഹുൽ പറയുന്നു അത് രാഹുൽ കോടതിയിൽ തെളിയിക്കാൻ കഴിയും, അങ്ങനെ കഴിയുമെങ്കിൽ കഴിയട്ടെ, അല്ലെങ്കിൽ രാഹുൽ ജയിലിൽ പോട്ടെ. രാഹുൽ മങ്കൂടത്തിൽ രാഹുൽ ഇനി ഒരു തിരുത്ത് പറയാം. ആ ഒന്നാമത്തെ കേസിൽ മാത്രമാണ് ഈ പറയുന്ന പോലുള്ള പരാതി കോടതിയിലെത്തിയത്. 2ലും 3ലും പരാതിയിൽ കോടതിയിൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ ബാക്കി വിശദാംശങ്ങൾ ഒരു പെൺകുട്ടി അട്രോസിറ്റിയുടെ അല്ല അട്രോസിറ്റിയെ പറ്റി അട്രോസിറ്റികളുടെ പാർട്ടിനെ പറ്റി അങ്ങേക്ക് കോടതിയെ വിശ്വാസമാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട് പറയാൻ. അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റികളെ പറ്റി. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റി ഇല്ലാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു കാര്യം ഞാൻ പറയാം. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലൊരു പെൺകുട്ടിയിൽ നിന്ന് നേർക്കുനേർ കേൾക്കാനിടയ സംഭവം, രാഹുൽ ഒരിക്കൽ ഫ്ളാറ്റിൽ വന്ന് പോയതിനു ശേഷം പെൺകുട്ടിക്ക് തോന്നിയത് തെരുവുനായി ആക്രമിച്ചു എന്നാണ്. നേർക്കുനേർ കേട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടി വെറുതെ കള്ളം പറയുമോ രാഹുൽ? വെറുതെ കള്ളം പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. തിരിച്ച് എൻ്റെ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ വെറുതെ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം വരെ ഉറപ്പിച്ചാ പറയുന്നത്, ഇന്നത്തെ ദിവസം വരെ ഞാൻ ഏതെങ്കിലും ആദ്യ പരാതി കേട്ടു, മൂന്നാം പരാതിയിലും ഈ അട്രോസിറ്റി കേട്ടു. ഏതെങ്കിലും ഞാൻ അട്രോസിറ്റിയുടെ കാര്യം കോടതി തന്നെ അട്രോസിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്കെടുത്ത് വായിക്കാം. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് ബെയിലിൻ്റെ ഓർഡറുകൾ വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മതി. അട്രോസിറ്റികൾ കോടതിയിലാണല്ലോ ഞാൻ തെളിവ് ഹാജരാക്കിയത്, അല്ലേ? കോടതി ഞാൻ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. അട്രോസിറ്റികളെ പറ്റി കോടതി പറഞ്ഞിട്ടുണ്ട്. അത്രയും സംശയങ്ങളോട് നിൽക്കുമ്പോൾ എൻ്റെ ചോദ്യം അങ്ങ് എടുത്ത് നോക്കൂ. എൻ്റെ ചോദ്യമായിരുന്നില്ല. രാഹുൽ ഇനി വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുകയാണെന്ന് നോക്കുക, കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ അല്ലാതെ മത്സരം തീരുമാനിക്കുക നോക്കുക. ഒരു പെൺകുട്ടി രാഹുലിന്റെ മുന്നിൽ ധൈര്യത്തോടെ MLA എന്നുള്ളവർക്ക് സമീപിക്കാൻ കഴിയും എന്ന് രാഹുൽ കരുതുന്നുണ്ടോ? എൻ്റെ ഓഫീസിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും എത്രയോ സ്ത്രീകൾ വളരെ ധൈര്യത്തോടു കൂടി, ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം പറയാം. ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ നാളുകളിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ പരിഹാസത്തിന് വേണ്ടിയിട്ട് വേദിയാക്കുക, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ നടന്ന കാര്യം പറയുന്നത്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ല ജനങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത്. ജനങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിക്ഷൻസും കുറച്ചും കൂടെ ബോധ്യങ്ങളുമുണ്ട്. ജനങ്ങൾ നല്ല ഇപ്പം ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആരും അതിൻ്റെ പരിപൂർണ്ണ വിധികർത്താക്കളാകണ്ട. ജനങ്ങൾക്ക് വിട്ടേക്ക്, നമ്മളതിൻ്റെ ജഡ്ജ്മെൻ്റ് എടുക്കണ്ട. പക്ഷേ എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി ഇപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാരെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുത്ത കോൺഫിഡൻസ് ആണ്. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, അവർ ഈ പറയുന്നതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് എൻ്റെ സുഹൃത്തിനോട് അവർ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ സേഫ്റ്റി രാഹുൽ, ഞാൻ ഒന്ന് പറയട്ടെ ശ്രീ ഹാഷ്മി, എന്റെ മുന്നിൽ ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന പോലെ ശ്രീ ഹാഷ്മി ഇപ്പൊ ആരോപിച്ചതുപോലെ ഒരു ഭീകരനായ വ്യക്തിയാണ് ഞാനെങ്കിൽ ആ ഭീകരത മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ എൻ്റെ കൂടെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് സേഫസ്റ്റ് പ്ലേസ് ആണെന്ന് പറയില്ല ഹാഷ്മി. അത് ഹാഷ്മി ഒരു എന്നെ ഒന്ന് വാദിച്ച് തോൽപ്പിക്കാനുള്ളതിനപ്പുറം ഹാഷ്മിയുടെ കൺവിക്ഷനിൽ ആലോചിച്ചാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.